ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വൈകുന്നേരം മുകളിലോട്ട് കയറി വന്നതാ കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു കോട്ട സാരി കേട്ടോ. 500 സംതിങ് രൂപ എന്തോ ആയിരുന്നു. പക്ഷെ നല്ല സാരി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കോട്ടൺ ആണെങ്കിൽ ഇങ്ങനെ വടി പോലും ഇങ്ങനെ കിടക്കത്തൊന്നുമില്ല കേട്ടോ. ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ കിടക്കുന്ന കോട്ടൺ, നല്ല രസമുണ്ട്, കണ്ടില്ലേ. അപ്പം ഇനി ബ്ലൗസ് തയ്ക്കണം. ബ്ലൗസ് തയ്ക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ അറിയാത്ത കാര്യം ചെയ്ത് നോക്കാം അല്ലേ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കണം കേട്ടോ. എന്താണെന്നറിയാമോ, നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാൻ പറ്റിയാൽ അതൊരു സന്തോഷവുമാണ്. തയ്യക്കൂലി കളയണ്ടല്ലോ. ഇപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കണമെന്ന് എത്ര രൂപയാണ്. അപ്പം നമുക്കിനി വെട്ടാം. ഇതിന് ലൈനിങ് വേണം കേട്ടോ. ഞാൻ ലൈനിങ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സെയിം ലൈനിങ് തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം കൈ കട്ട് ചെയ്യാം. ഞാൻ എനിക്ക് മോഡലൊന്നുമില്ല, ഞാനൊരു സാധാ സിമ്പിൾ ബ്ലൗസാണ് തയ്ക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ കട ടേപ്പെല്ലാം ഒരു പരുവായിട്ടോ. ഈ ടേപ്പൊക്കെ വെച്ചാണ് ഞാൻ ഈ തുണി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ കൈയുടെ അളവ് ഞാനൊന്ന് നോക്കട്ടെ. ഏകദേശം സാധാരണ ഇങ്ങനെയൊക്കെയാണ് വെട്ടുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ടേപ്പ് എന്നെ ഒരു വഴിക്ക് എത്തിക്കുമെന്ന് തോന്നുന്നു. ടേപ്പിനകത്തെല്ലാം ഇളകി പോകും. എന്താ ചെയ്യുക. അപ്പം ഞാൻ അളവെടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ അളവ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം കൈ വണ്ണം അധികം ഇട്ട് വെട്ടും കേട്ടോ. അധികം ഇട്ട് വെട്ടുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ, അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കവർ ചെയ്യാമല്ലോ. അപ്പം ഞാൻ കൈ വെട്ടുവാണേ. ഞാൻ വേറെ ഒന്നും വരയ്ക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എനിക്കല്ലാതെ അളവുകളൊന്നുമില്ല കേട്ടോ. എന്താ അളവെന്ന് പറയുന്ന ഒരളവ് എൻ്റെ മനക്കണക്കിൽ, അതായത് നമ്മളിങ്ങനെ പ്രത്യേകിച്ചൊരു 4 ഇഞ്ച് 3 ഇഞ്ച് 2.5 ഇഞ്ച് അങ്ങനെയൊന്നും എടുക്കത്തില്ല. ഞാൻ എൻ്റെ ഭാവനയിൽ എനിക്ക് എത്ര കൈവണ്ണമുണ്ട്, എത്ര ലെങ്ത് ഉണ്ട്, ആ ഒരു രീതിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ കൈ വെട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ കൈ ഉണ്ടല്ലോ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, നല്ല കണക്ക് വെട്ടി തയ്ക്കാൻ അറിയാവുന്നവരാരും എൻ്റെ ഈ തയ്യൽ കണ്ട് കുറ്റം പറയാൻ വരരുത്. ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല, എനിക്ക് ബ്ലൗസൊന്നും തയ്ക്കാൻ നല്ലോണം അറിയില്ല. ഞാനിത് എൻ്റേത് ആയതുകൊണ്ട് മാത്രം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഒപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ വണ്ണം വിത്ത് ബ്ലൗസ് ആയത് കാരണം വെട്ടാനും ഒരു പേടിയുണ്ട് കേട്ടോ. പിന്നില്ലെങ്കിൽ ഇത് വെട്ടിയിട്ട് എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചാൽ എന്ത് ചെയ്യും. ഈ കൈക്കുഴി നമുക്ക് എളുപ്പം അടയാളപ്പെടുത്താനൊരു വഴി എന്തോന്നറിയോ, നമ്മുടെ ഇതില്ലേ, ഇത് ബാക്ക് പീസാണ്. ഇതെടുത്തതായി ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ നേരെ പിടിച്ച് വയ്ക്കണം കേട്ടോ. പിടിച്ച് വെച്ചിട്ട് നമ്മളിതിൻ്റെ ആദ്യം ഈ തുടക്കവും എൻഡും ആദ്യം ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ. നമുക്ക് നമ്മുടെ ബാക്ക് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് 5-6 ദിവസം വെയിറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വരുത്തിയ സാധനത്തിന് എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ നമുക്കൊരു മാനസിക വിഷമമില്ലേ. പിന്നെ അങ്ങനെ നമ്മുടെ ബ്ലൗസൊക്കെ തയ്ച്ച് റെഡി ആയിട്ടുണ്ട്. അടുത്ത എന്താണ് നമ്മുടെ ഷോ, എന്ത് ഷോ, ഫാഷൻ ഷോ. അപ്പം നമ്മുടെ ബ്ലൗസൊക്കെ കണ്ടല്ലോ. പക്ഷേ വിചാരിച്ച കണക്കല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സാരിയായിട്ട് കൊടുത്തപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കംഫർട്ടായിട്ട് തന്നെ ഞാൻ ബ്ലൗസൊക്കെ തയ്ച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ മീഷോയിൽ സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് കണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.